ഈ വീഡിയോയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. മുഹമ്മദ് ബാഗേർ ഇറാൻ്റെ സ്പീക്കറാണ്. IRGC റെജിമിൽപ്പെട്ട ആൾ തന്നെയാണ്. IRGC റെജിമിൽപ്പെട്ട മിക്ക ആൾക്കാരും, പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമനിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയത്തുള്ള അലി ഖമനിയുടെ ഫാമിലിയിൽപ്പെട്ട കംപ്ലീറ്റ് ആൾക്കാർ, മക്കൾ, മരുമക്കൾ, അതുപോലെ തന്നെ വളരെ അടുത്ത ആൾക്കാരെല്ലാം തന്നെ ഈ ഖമനിയോട് താമസിച്ചിരുന്ന ആൾക്കാർ മൊത്തത്തിൽ ഇപ്പോൾ ആരും തന്നെ ജീവിച്ചിരിപ്പില്ല. അതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ഇറാൻ്റെ ഉള്ളിൽ നിന്നും വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വരുന്നില്ല. ഇപ്പോൾ ഈ ലാരിജാനി എന്ന് പറഞ്ഞ ആയത്തുള്ള ഖമനിയുടെ വളരെ അടുത്ത ആളാണ്. അവരുടെ ചീഫ് അഡ്വൈസറിൽ ഒരാൾ തന്നെയാണ് ലാരിജാനി. ലാരിജാനിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ലാരിജാനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട കൺഫർമേഷൻ ഇറാൻ്റെ സൈഡിൽ വരുന്നില്ല. ലാരിജാനി ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്ന മട്ടിലുള്ള സ്പീച്ചുകൾ ഇടയ്ക്കിടയ്ക്കായിട്ട് പുറത്തു വരുന്നുണ്ട് ഇറാൻ്റെ ഉള്ളിൽ നിന്ന്. അതുപോലെ തന്നെ ഇന്ന് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് പദ്ധതി ഇട്ടിരിക്കുന്നത് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി, ഇത് കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇന്ന് പദ്ധതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി B-2 ബോംബർ ഇറക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അമേരിക്കയുടെ ഉള്ളിലായിക്കോട്ടെ, അതേപോലെ തന്നെ ആഗോള തരത്തിൽ ഈ ആയത്തുള്ള ഖമനിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മിക്സ്ഡ് റിയാക്ഷനാണ് പല രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ പൊതുവേ UK ഇന്നലെ തന്നെ അമേരിക്കയോടൊപ്പം ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അതുപോലെ സൈപ്രസിലേക്ക് ഒരു മിസൈൽ വന്ന് വീണിട്ടുണ്ട്, ഇറാൻ്റെ മിസൈൽ. അപ്പോൾ ഈ മിസൈൽ വന്ന് വീണതിനെ ഇസ്രായേൽ എങ്ങനെയാണ് കരുതുന്നതെന്ന് പറഞ്ഞാൽ, യൂറോപ്പിലേക്കുള്ള ആദ്യത്തെ അറ്റാക്ക് ഇറാൻ്റെ വക എന്നുള്ള നിലയിലാണ് അവരിതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവർ നറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അത്തരത്തിലാണ്. പക്ഷേ ഈ സൈപ്രസ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീയിൽ ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഒരു രാജ്യമാണ്, ഒരു ദ്വീപ് രാഷ്ട്രമാണ്. അപ്പോൾ അവിടെ തുർക്കിക്കും പങ്കുണ്ട്, ഗ്രീസിനും പങ്കുണ്ട്. അപ്പോൾ അതിലുപരിയായിട്ട് അവിടെ UK മിലിറ്ററി ബേസ് ഉണ്ട്, അവിടെ ഇസ്രായേലിനും അവിടെ ബേസ് ഉണ്ട്. ഇന്ത്യയുമായിട്ടും നല്ല ബന്ധമുള്ള രാജ്യമാണ് സൈപ്രസ്. പ്രത്യേകിച്ച് ഗ്രീസിൻ്റെ പോർഷനാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ നയതന്ത്ര ബന്ധം വെച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത്. ദുബായ് ഉൾപ്പെടെയുള്ള UAE-യിൽപ്പെട്ട പല നഗരങ്ങളിലും മിസൈലുകൾ വന്ന് വീഴുന്ന സൗണ്ടുകൾ പലപ്പോഴും കേട്ട് തുടങ്ങിയിട്ടുണ്ട്. 160-170 പരം മിസൈലുകളും ഡ്രോണുകളുമാണ് UAE നോക്കി ഇറാൻ തലങ്ങും വിലങ്ങും അയച്ചിരിക്കുന്നത്. ഇനിയും ശക്തമായി അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇമാം അലി മിലിറ്ററി ബേസ്, ആ ബേസിലേക്ക് ഇന്ന് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ബസീജ് ബേസ് എന്ന് പറഞ്ഞ് തെഹ്റാനിലുള്ള IRGCയുടെ ബേസിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതേപോലെ IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, തെഹ്റാനിലുള്ള IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആടിച്ച് ചിന്നാഭിന്നമാക്കി കൈ കൊടുത്തിട്ടുണ്ട്. അതായത് തകർത്ത് തരിപ്പണമാക്കി. അത്തരത്തിലാണ് ആക്രമണം. ഫൂട്ടേജ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ബഹ്റൈനിൽ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഒരു ആക്രമണം, അതും ഇറാൻ വിട്ട മിസൈലോ റോക്കറ്റോ മറ്റും വന്ന് വീണിട്ടാണ് അവിടെ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഇസ്രായേൽ ഇറാൻ്റെ F-4, F-5 ഫൈറ്റർ ജെറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ മേളിൽ തന്നെ കൃത്യമായിട്ട് അറ്റാക്ക് നടത്തി അതിനെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഹെപാക് ലയോഡ് എന്ന് പറഞ്ഞ യൂറോപ്യൻ ബേസ്ഡ് ട്രാൻസ്ഷിപ്മെൻറ്റ് കമ്പനി സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലുള്ള അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുന്നതായിട്ട് ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ കറാച്ചി US എംബസിക്ക് നേരെ പ്രതിഷേധവുമായിട്ട് പാകിസ്ഥാനിലുള്ള ഷിയ മുസ്ലിംസ് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ പാകിസ്ഥാൻ്റെ പോലീസ് ഗവൺമെൻറ് തലത്തിൽ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഓട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. പക്ഷേ ആ സമയത്ത് അവിടെ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടായിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. 8 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കലാപത്തിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ. ഇതിനെ പിന്തുടർന്ന് തന്നെയാണ് കശ്മീരിനുള്ളിലും, ഇന്ത്യൻ കശ്മീരിനുള്ളിലും ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ കശ്മീരിലുള്ള ആൾക്കാർ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് ഇസ്രായേലിലോ അല്ലെങ്കിൽ അമേരിക്കയിലോട്ടോ പോവാം. വേണമെങ്കിൽ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കും. എത്രയും ക്വിക്കായിട്ട് എനിക്ക് അമേരിക്കയിലെത്തണം, ഇല്ലെങ്കിൽ എനിക്ക് ഇറാനിലെത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേലിലെത്തണം എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം ഒരു ടിക്കറ്റ് ഇട്ട് കൊടുക്കുക ഗവൺമെൻറ്. കാരണം ഇവരെ കശ്മീരിൻ്റെ ഉള്ളിൽ പൊതുമുതൽ നശിപ്പിക്കുകയാണ്. അത് ഇന്ത്യൻ മണി, ഇന്ത്യൻ പൊതുജനങ്ങളുടെ, അവിടെ ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള ഇന്ത്യൻ ജനങ്ങൾ പേ ചെയ്യുന്ന ടാക്സ് മണി കൊണ്ടുണ്ടാക്കുന്ന സംരംഭങ്ങളാണ് ഈ കശ്മീരിൻ്റെ ഉള്ളിൽ പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പൊതുമുതൽ നശിപ്പിച്ച് അങ്ങനെ നഷ്ടക്കച്ചവടം ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ആയത്തുള്ള അലി ഖമനിയുമായിട്ട് ആത്മബന്ധമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ യാത്ര നടത്തി
അവിടെ പോയിട്ട് നിങ്ങൾ പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ, പൊതുമുതൽ നശിപ്പിക്കോ എന്തും ചെയ്തോളൂ. അല്ല, ഇവിടെ ഇന്ത്യക്കുള്ളിൽ ഇത് പാടില്ല. ഗവൺമെൻറ് ശക്തമായ നടപടിയെടുക്കണം. ഒന്നാമതേ ഈ കശ്മീരിൽ തീവ്രവാദികളെ കൊണ്ട് ഇരിക്കപ്പെടുത്തിയില്ല. അതിനിടയ്ക്കാണ് ഇപ്പം ഖമനേയി മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ പൊതുമുതൽ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള കുറേ വിഡ്ഢികൾ. ഇറാൻ്റെ ഉള്ളിലാണെങ്കിൽ പുതിയ ആർമി ജനറലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അഹമ്മദ് വഹീദി എന്നാണ് അയാളുടെ പേര്. അയാൾ പൊസിഷനിൽ വന്ന ഉടനെ തന്നെ ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പ്രസ്താവനയൊക്കെ പറയുന്നുണ്ട്. തുരുതുര ഞങ്ങൾ അറ്റാക്ക് നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ പുതുതായിട്ട് തിരഞ്ഞെടുത്ത ആൾ മറ്റേ മുഹമ്മദ് പക്പൂർ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അയാൾ ഖമനേയിയോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടു. പക്പൂറിന് പകരം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് ഈ അഹമ്മദ് വഹീദിയെ. ഇവരൊക്കെ കഴിഞ്ഞ 12 ദിവസത്തെ അറ്റാക്കിൽ രക്ഷപ്പെട്ട ആൾക്കാരാണ്, തടിതപ്പിയവരാണ്. അവരാണ് ഇപ്പം കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ആയത്തുള്ള മുഹമ്മദി എന്ന് പറഞ്ഞൊരു വ്യക്തി, മൊജിതാബ ഖമനേയി, ഇത് ആയത്തുള്ള ഖമനേയിയുടെ മകനാണ്. ഇവരെക്കുറിച്ചൊക്കെ വിവരങ്ങളില്ല ഇതുവരെ. ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പുറത്തു വരുന്നില്ല. നിരവധി പേര് ഹൈ ഒഫീഷ്യലായിട്ടുള്ള ഹൈ റാങ്കിലുള്ള IRGCയിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. പ്രത്യേകിച്ച് ആയത്തുൽ അലി ഖമനേയിയുടെ വസതി ആക്രമിച്ചതുകൊണ്ട് തന്നെ ആയത്തുൽ അലി ഖമനേയിയുടെ പേരക്കുട്ടികൾ വരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതാണ് വാർത്ത. മസൂദ് പെസസ്കിയാൻ ഒരു വിവരവും ഇല്ല. ട്രംപ് ആണെങ്കിൽ അഹമ്മദ് വഹീദി ആയാലും ശരി, ആരായാലും ശരി തന്നെ നീൽ ഡൗൺ, നിങ്ങൾ മുട്ടുമടക്കുക, ആയുധം ഉപേക്ഷിക്കുക, എന്നിട്ട് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതെല്ലാം മര്യാദയ്ക്ക് അമേരിക്കയുടെ കയ്യിൽ തന്നിട്ട് നിങ്ങൾ മാപ്പ് അപേക്ഷിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ വിടാമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അറ്റാക്ക് ഞാൻ ചെയ്യുമെന്നാണ് ട്രംപ് വാൺ ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇന്ന് രാവിലെ മുതൽ മിസൈലുകൾ തുരിതര വരുന്നുണ്ട്. അത് ഞാൻ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്താണ്, 2 ഏരിയ ടാർഗറ്റ് ചെയ്താണ് മിസൈൽ വന്നിരിക്കുന്നത്. ഇതിൽ മിസൈലുകൾ പതിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഒരു മിസൈൽ ഇപ്പം ഇന്നും രാവിലെ പതിച്ചിട്ടുണ്ട്. נפילה לפני כמה דקות, תראו את ההרס. מחפשים לקודים פה. יש חבר'ה במקלט, יש אנשים במקלט. פה למטה, במדרגות. അപ്പോൾ ഇനിയും ശക്തമായ രീതിയിൽ ഞങ്ങൾ ആക്രമണം തുടരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇസ്രായേൽ ആണെങ്കിൽ ഇപ്പോഴും അവിടെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെഹ്റാനിൽ IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ അറ്റാക്കിൻ്റെ ഫൂട്ടേജാണ് ഞാനിവിടെ വെച്ചിരുന്നത്. ഇനി ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്ട് 36 സ്ഥലങ്ങൾ, ഇത് 36 സ്ഥലങ്ങളുടെ പേര് മാത്രമാണ്. ഇതിനകത്ത് ഒരു സ്ഥലത്ത് ഒരു ബോംബെന്നല്ല, മിനിമം 500 to 600 സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. തുരുതര അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. ഇതാണ് നിലവിലെ അവസ്ഥ. ഇപ്പോൾ ഇവർക്ക് പുതിയതായിട്ട് ഒരു നേതാവിനെ, സുപ്രീം ലീഡറിനെ തിരഞ്ഞെടുക്കണം. പക്ഷേ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. തിരഞ്ഞെടുത്ത് പ്രഖ്യാപിച്ച ആ സ്പോട്ടിൽ അയാളെ തട്ടും. ഇത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ കൊണ്ടേ നമ്മളുടെ വീഡിയോയിൽ ഇറാനെ ആക്രമിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലരും തേങ്ങ ഇടയ്ക്ക് സ്വാമി എന്നുള്ള ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ നിരീക്ഷണം. മൊസാദ് കംപ്ലീറ്റ് ഇറാൻ്റെ മൊത്തത്തിലുള്ള പിക്ചർ അവർ കംപ്ലീറ്റ് മനസ്സിലാക്കി എടുത്തിരിക്കുകയാണ്. അത് ആയത്തുൽ ഖമനേയി വെള്ളിയാഴ്ച പ്രെയർ കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു, മകൻ്റെ വീട്ടിൽ പോകുന്നു, മകളുടെ വീട്ടിൽ പോകുന്നു, എല്ലാ വീടുകളിലും ബങ്കറുണ്ടോ, എവിടെയാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവർ കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് കറക്റ്റ് മൊമെൻറ്റ് പ്ലാൻ ചെയ്താണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഗ്യാതറിങ് നടത്തിയിട്ട് കരുതിക്കൂട്ടി നടത്തിയ പ്രിസൈസ് അറ്റാക്കാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ ഈ മാപ്പിൽ കാണിക്കുന്ന പോലെ ടബ്രീസ് മുതൽ താഴെ കൊനാർക്ക, ചാബഹാർ വരെ അറ്റാക്ക്, തൂത്തുപറയ്ക്ക് അറ്റാക്ക്. മിസൈലുകളൊക്കെ വരും, അത് വൈകാതെ തന്നെ നിന്നോളും. കാരണം അത്തരത്തിലുള്ള അറ്റാക്കാണ് ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ദുബായിലുള്ള ആൾക്കാരൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ. കാരണം ദുബായ് ഇറാനിയൻസിൻ്റെ ഇപ്പോഴത്തെ IRGC ഭരണകൂടത്തിൻ്റെ ഒരു കീ ടാർഗറ്റാണ്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ്, UAE, പ്രത്യേകിച്ച് ദുബായ്, അബുദാബിയിലുള്ള ആൾക്കാരൊക്കെ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. കാരണം അവർ വളരെ അഗ്രസീവാണ്. ആയത്തുൽ അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വളരെ അഗ്രസീവായിട്ടുള്ള നിലയിൽ ആക്രമണങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നും ഒരുപാട് മിസൈലുകളും റോക്കറ്റുകളും UAE-യിലേക്ക് അയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.